ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ധ്യാനത്തിലൂടെ ആയിരിക്കുമ്പോൾ മർക്കോസ് വളരെ വ്യത്യസ്തനായ ഒരു ശിഷ്യൻ എന്ന നിലയിൽ തൻ്റെ പ്രവർത്തന മേഖലകളിൽ ആ സെർവൻഹുഡും തൻ്റെ ത്യാഗപരമായിട്ടുള്ള പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്. പ്രാരംഭം നമ്മളെ ധ്യാനിച്ചു, ചിന്തിച്ചു യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനവും അതേ തുടർന്ന് തനിക്ക് പ്രത്യേകമായി ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ അനുഗ്രഹവും സ്വർഗം പ്രസാദിച്ച് അപ്പോൾ പെട്ടെന്ന് പിശാചി പരീക്ഷിക്കാൻ മരുഭൂമിയിൽ കൊണ്ടുപോയി. എന്നാൽ അതിൽ വിശുദ്ധ മർക്കോസ് യേശു കർത്താവിൻ്റെ പ്രസംഗത്തെപ്പറ്റിയാണ് 1-ാം അധ്യായത്തിൻ്റെ 14 വരെ മുതലുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ 14-ാം വാക്യമായ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിൻ്റെ പ്രസംഗത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 1:14 മുതൽ. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ ഗലീലെ കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശിമോനും അവൻ്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു. അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവൻ വല വിട്ട് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവർ കഫർനഹൂമിലേക്ക് പോയി. ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്നു ഉപദേശിച്ചു. അപ്പോൾ കാണുവാൻ സാധിക്കുന്നത് യേശു കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ തന്നെ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് കാണുന്നത്. ആ 21 മുതൽ 23-ാം അധ്യായത്തിൻ്റെ 12 വരെ യേശു കർത്താവിൻ്റെ പവറിനെ പറ്റിയാണ്. ആ പവറാണ് 21 മുതൽ 28 വരെയുള്ള സാത്താനെ അതിജീവിക്കുന്ന പവർ. അവൻ്റെ ഉപദേശത്തിങ്കൽ 22-ാം വാക്യത്തിൽ അവൻ്റെ ഉപദേശത്തിങ്കൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത്. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവ് ഉള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ച് അവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ സ്തുതി വേഗത്തിൽ ഗലീലനാടെങ്ങും പരന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം, അവൻ്റെ ശക്തി, യേശുവിൻ്റെ പ്രസംഗം, അവന് ശിഷ്യന്മാരെ ഗലീല കടൽക്കരയിൽ നടന്ന് പ്രസംഗിച്ച് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ പവർ, ദൈവം അവന് കൊടുത്തിരിക്കുന്ന ദൈവപുത്രൻ എന്നുള്ള പവറിൽ അദ്ദേഹം പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പള്ളിയിലുണ്ടായ ഭൂതം ബാധിച്ചവന് മനസ്സിലായി ഇവൻ ദൈവപുത്രനാണ്. ആ ദൈവപുത്രൻ അവൻ പറയാണ്, ഞങ്ങളെ വിട്ടു പോന്നി. എന്നാൽ അവനെ അവിടെ ശാസിച്ചപ്പോൾ കർത്താവായ ദൈവപുത്രനാണെന്നുള്ളത് തനിക്ക് തൻ്റെ ശുശ്രൂഷ കൊണ്ട് പ്രൂവ് ചെയ്യണം. നമ്മൾക്കും നമ്മുടെ ശുശ്രൂഷയുടെ ബലമെന്ന് പറയുന്നത് സാത്താനെ അടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരോട് കർത്താവിനെ പറ്റി പറയുക, സാത്താനെ അടിച്ച് പുറത്താക്കുവാൻ സാധിക്കണം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, വിശുദ്ധ മർക്കോസിനെ സുവിശേഷിച്ച് ഞങ്ങൾ പഠിക്കുന്നത് പോലെ ഞങ്ങളുടെ ശുശ്രൂഷയിലും കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറഞ്ഞ് കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ആളുകളെ കൂട്ടുവാനും, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചുറ്റുപാടുമുള്ള
അന്ധകാരക്കെട്ടുകളെ, ഡീമൻ സ്പിരിറ്റിനെ ശാസിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ, അവരുടെ ഭവനത്തിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല അന്ധകാരക്കെട്ടുകളും പൈശാചികക്കെട്ടുകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഭർസിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.